കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റാലിയിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് പണം നൽകിയെന്ന ആരോപണം ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകനോട് ബി.ജെ.പി. ചെയ്തത് കൊടും ക്രൂരത. മാധ്യമപ്രവർത്തകനെ ബി.ജെ.പി. നേതാക്കൾ വളഞ്ഞിട്ട് മർദ്ദിച്ചു. മൊളിറ്റിക്സ് എന്ന ഓൺലൈൻ മാധ്യമത്തിലെ രാഘവ് ത്രിവേദിയെയാണ് ബി.ജെ.പി. പ്രവർത്തകർ മർദ്ദിച്ചത്. അക്രമി സംഘം താൻ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ചെന്നും രാഘവ് പറയുന്നുണ്ട്. യു.പിയിലെ റായ്ബറേലിയിലാണ് സംഭവം. അക്രമത്തിൽ പരിക്കേറ്റ രാഘവിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. റാലിക്കെത്തിയ സ്ത്രീകളോട് ചോദിച്ചപ്പോൾ പങ്കെടുക്കാൻ 100 രൂപ നൽകിയെന്നും ഷാ ആരാണെന്ന് അറിയില്ലെന്നും പറഞ്ഞു. ഈ ആരോപണം സംബന്ധിച്ച് ബി.ജെ.പി. പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് രാഘവ് പറഞ്ഞത്. മാധ്യമപ്രവർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്: തുടക്കത്തിൽ അവർ ആരോപണം നിഷേധിച്ചു. സ്ത്രീകൾ പറഞ്ഞതിന്റെ റെക്കോർഡ് തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞതോടെ ഒരു സംഘം എന്നെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ഫലമായി കൊണ്ടുപോവുകയും റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വിസമ്മതിച്ചപ്പോൾ അവർ എന്നെ ആക്രമിക്കാൻ തുടങ്ങി. പോലീസിനോടും സമീപത്തുള്ളവരോടും സഹായത്തിനായി ഞാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ ആരും തന്നെ ഇടപെട്ടില്ല. മർദ്ദനത്തിൽ തന്റെ ബോധം നഷ്ടപ്പെട്ടു. ബോധം വന്നപ്പോൾ ഞാൻ ആശുപത്രിയിലായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെ മുസ്ലിമാണെന്ന് അക്രമിക്കൂട്ടം കരുതിയിരുന്നുവെന്നും മർദ്ദിക്കരുതെന്ന് താൻ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നുവെന്നും 50ഓളം പേരാണ് ഉണ്ടായിരുന്നതെന്നും മുല്ല എന്ന് വിളിച്ചാണ് അവർ തന്നെ ആക്രമിച്ചതെന്നും രാഘവ് ഉറക്കെ പറഞ്ഞു. അതേസമയം ത്രിവേദിയുടെ സഹപ്രവർത്തകനും ക്യാമറാമാനുമായ സഞ്ജീത് സാനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. IPC സെക്ഷൻ 147 കലാപം, 323 ബോധപൂർവം മുറിവേൽപ്പിക്കൽ, 504 സമാധാനം നശിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെ ബോധപൂർവമായ ആക്രമണം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. എന്നാൽ ഇത് കണ്ട് പ്രതിപക്ഷം വെറുതെയിരുന്നില്ല. ബി.ജെ.പിക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. തോൽക്കുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ നിരാശയിലാണ് ബി.ജെ.പി. പ്രവർത്തകർ എന്നതിന്റെ സൂചനയാണിത്. ഈ അനീതി വൈകാതെ തന്നെ അവസാനിക്കുമെന്ന് കോൺഗ്രസ് എക്സിൽ കുറിച്ചു. സംഭവത്തെ ശക്തമായി അപലപിക്കുകയാണെന്നും അക്രമികൾക്കെതിരെ കർശനമായ നടപടി ഉറപ്പാക്കാൻ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും പ്രാദേശിക അധികാരികളോടും അഭ്യർത്ഥിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഏതായാലും ബി.ജെ.പിയുടെ ഇത്തരം ലീലാവിലാസങ്ങൾ ഇന്ത്യയിൽ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. സാധാരണക്കാരന്റെ അവകാശങ്ങളെ ചീന്തി എറിയുകയാണിവിടെ ബി.ജെ.പി.